+1 ഫിസിക്സിലെ 11ാമത്തെ ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഫസ്റ്റ് വൺ, തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ്. നമുക്കറിയാം, ഒരു വസ്തുവിനെ ചൂടാക്കിയാൽ ആ വസ്തുവിന് എക്സ്പാൻഷൻ സംഭവിക്കും. The increase in dimensions of a body due to increase in temperature is called thermal expansion. ഒരുപാട് കേസുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം. ചൂടാക്കുമ്പോൾ ഓബ്ജക്റ്റിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വോള്യം കൂടിക്കൂടി വരുന്ന കേസ് നമുക്കറിയണതാണ്. സോ 3 types of thermal expansion. ഫസ്റ്റ് വൺ, ലീനിയർ എക്സ്പാൻഷൻ. പേരിൽ തന്നെ ഉത്തരണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു വസ്തുവിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ എക്സ്പാൻഷൻ. ഇൻക്രീസ് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ ലെങ്ത് ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി ഓർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. കമ്പൈൻ ചെയ്യുമ്പോൾ ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ഇൻറ്റു ഡെൽറ്റ ടി or delta L equal to alpha 1 into or alpha L into L delta T. അതിൽ നിന്ന് ആൽഫ എൽ എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടും ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് per unit rise in temperature. Delta L by L, it is a ratio of increase in length to original length into 1 by delta T per unit rise in temperature. Coefficient of linear expansion is the ratio of increase in length to original length per unit rise in temperature. Increase in length and original length both have same unit and dimension. അപ്പോൾ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ യൂണിറ്റ് ഓഫ് ആൽഫ എൽ ഈസ് k raised to -1. Let L1 and L2 be the length of the rods at temperatures T1 and T2. Then alpha 1 can be written as L2 minus L1 divided by L1 into T2 minus T1. Nothing but change in length by original length per unit rise in temperature. Then L2 equal to L1 into 1 plus alpha into T2 minus T1. നേരത്തെ പറഞ്ഞ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ആൻസർ സ്ക്രീനിൽ നോക്കൂ. ദെൻ നിങ്ങൾക്കതിൻ്റെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ നോക്കുക. അടുത്തത് ഏരിയ എക്സ്പാൻഷൻ. പേരിൽ തന്നെ ആൻസർ ഉണ്ട്. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ ഏരിയ കൂടുകയാണെങ്കിൽ ആ എക്സ്പാൻഷനെ വിളിക്കുന്ന പേരാണ് ഏരിയ എക്സ്പാൻഷൻ ഓർ ഏരിയൽ എക്സ്പാൻഷൻ. ഡെൽറ്റ എ ഈസ് പ്രൊപ്പോർഷണൽ ടു എ, ഡെൽറ്റ എ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി ഓർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതിൽ നിന്ന് ആൽഫ എ എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടും. നേരത്തെ ആൽഫ എൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഇവിടെ ആൽഫ എ കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ഓർ കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. ആൽഫ എ ഈസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി മീൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഏരിയ ടു ഒറിജിനൽ ഏരിയ പെർ യൂണിറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ. അടുത്ത ക്വാണ്ടിറ്റി വോള്യം എക്സ്പാൻഷൻ. ഇപ്പോൾ പറഞ്ഞ രണ്ട് ക്വാണ്ടിറ്റിയുടെ സെയിം സ്റ്റൈലിലാണ് വരിക. ആൽഫ വി ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. കോഎഫിഷ്യൻ്റ് ഓഫ് വോള്യം എക്സ്പാൻഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോള്യം ടു ഒറിജിനൽ വോള്യം പെർ യൂണിറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ. ദെൻ നോട്ട് ദ പോയിന്റ്, coefficient of volume expansion depends on temperature. അവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് നോക്കാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, റെയിൽവേ ട്രാക്കുകളിൽ രണ്ട് റെയിലുകൾക്കിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കാരണം സമ്മറിൽ
തെർമൽ എക്സ്പാൻഷൻ കാരണം റെയിലിൻ്റെ നീളം കൂടുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനൊരു സിസ്റ്റം ഇല്ലെങ്കിൽ സമ്മറിൽ റെയിലുകളുടെ നീളം കൂടിയാൽ റെയിലുകൾ ബെൻഡ് ആവാനും ആക്സിഡൻ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പണ്ട് ഉപയോഗിച്ചിരുന്ന ടിക് ടിക് ക്ലോക്കുകളിൽ ഇൻവാർ എന്ന അലോയാണ് അതിൻ്റെ പെൻഡുലം ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. കാരണം ഇൻവാറിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ വളരെ വളരെ കുറവാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാലും ഡയമെൻഷൻസ് ഓർ എസ്പെഷ്യലി ലെങ്ത്തിന് മാറ്റം ഉണ്ടാവാറില്ല. ക്ലോക്കിലെ സമയത്തിനും പ്രശ്നം ഉണ്ടാവാറില്ല. നമുക്കറിയാം KSEB പവർ ലൈൻ, 2 ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ പവർ ലൈൻസ് വലിച്ചിട്ടുള്ളത് നമുക്കറിയാം. കുറച്ച് നീളം കൂടുതലായിരിക്കും ആ പവർ ലൈനുകൾക്ക് ഉണ്ടാവുക പോസ്റ്റുകൾക്കിടയിൽ. ഫുൾ ടൈറ്റായി ഒരിക്കലും 2 പോസ്റ്റുകൾക്കിടയിൽ പവർ ലൈൻസ് കെട്ടാറില്ല. അങ്ങനെ കെട്ടിയാൽ വിൻ്ററിൽ ലെങ്ത് കുറയുകയാണെങ്കിൽ അപ്പോൾ ഈ പോസ്റ്റുകൾക്കിടയിലുള്ള ലെങ്ത് മതിയാവാതെ വരും. പോസ്റ്റുകൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യതകൾ കൂടും. സമ്മറിൽ നീളം കൂടും, വിൻ്ററിൽ നീളം കുറയും. ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇലക്ട്രിക് ലൈനുകൾ 2 പോസ്റ്റുകൾക്കിടയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ നമ്മളുടെ അലൂമിനിയം റൂഫിങ്ങും അല്ലെങ്കിൽ മെറ്റൽ റൂഫിംഗ് ഒക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും ചെറിയ ഒരു സ്പേസ് എക്സ്പാൻഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ സപ്പോർട്ടുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾക്ക് ലൈഫിൽ എക്സ്പാൻഷനെ കണക്ട് ചെയ്തുകൊണ്ട് കാണുവാൻ സാധിക്കും. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എ. ലീനിയർ എക്സ്പാൻഷനാണ് നമ്മൾ ആൽഫ എൽ എന്ന് വിളിക്കുന്നത്. ഏരിയൽ എക്സ്പാൻഷനാണ് ആൽഫ എ എന്ന് വിളിക്കുന്നത്. ഏരിയ എന്ന് പറയുമ്പോൾ അതിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടായിരിക്കും. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലെങ്ത്തിലും ഇൻക്രീസ് വരാം, ബ്രെഡ്ത്തിലും ഇൻക്രീസ് വരാം. സോ 2 ലീനിയർ എക്സ്പാൻഷൻ കണക്ട് ചെയ്യണതായിരിക്കും ഏരിയൽ എക്സ്പാൻഷൻ. അതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂഫാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, ഏരിയൽ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ ലെങ്ത്തിന് എക്സ്പാൻഷൻ വരാം, ബ്രെഡ്ത്തിന് എക്സ്പാൻഷൻ വരാം. മീൻസ് 2 എക്സ്പാൻഷൻ ഉണ്ടാവും ഏരിയൽ എക്സ്പാൻഷനിൽ. സ്ക്രീനിൽ നോക്കൂ. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് വോള്യം എക്സ്പാൻഷൻ. വോള്യം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓർ തിക്നെസ്. അപ്പോൾ വോള്യം എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ ലെങ്ത്തിൽ എക്സ്പാൻഷൻ വരാം, ബ്രെഡ്ത്തിൽ എക്സ്പാൻഷൻ വരാം, തിക്നെസ്സിൽ എക്സ്പാൻഷൻ വരാം. സോ 3 ലീനിയർ എക്സ്പാൻഷൻ കൂടിച്ചേരുമ്പോഴാണ് അത് വോള്യം എക്സ്പാൻഷനായിട്ട് മാറുക. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആൽഫ വി ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ എൽ. ഇതിൽ നിന്നും ആൽഫ എയും ആൽഫ വിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഉണ്ടാക്കാം. ആൽഫ എ എന്ന് പറഞ്ഞാൽ 2 ആൽഫ എൽ, ആൽഫ വി എന്ന് പറഞ്ഞാൽ 3 ആൽഫ എൽ. സോ ആൽഫ എൽ ഈസ് ആൽഫ എ ബൈ 2. അതേപോലെ ആൽഫ എൽ ഈസ് ആൽഫ വി ഡിവൈഡഡ് ബൈ 3. സോ 2 ആൽഫ എല്ലുകളെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആൽഫ എ ബൈ 2 ഈക്വൽ ടു ആൽഫ വി ബൈ 3 or ആൽഫ വി ഈസ് 3 by 2 into alpha A. Okay. ഇനി thermal stress. Suppose we prevent the thermal expansion of a rod by fixing its ends rigidly. The end acquires a compressive strain due to thermal forces provided by rigid support at the ends. The corresponding stress setup in the rod is called thermal stress. അതിൻ്റെ ഐഡിയ സിമ്പിളാണ്. എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ 2 എൻഡുകളും ടൈറ്റായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റെയിലുകളുടെ കേസിലോ KSEB പവർ ലൈൻ്റെ കേസിലൊക്കെ നമുക്ക് ആലോചിക്കാം. എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ വരുമ്പോൾ അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കറസ്പോണ്ടിങ് സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് തെർമൽ സ്ട്രെസ്.
അതിൻ്റെ ഒരു എക്സാമ്പിൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നോക്കുക. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. നമുക്കറിയാം ടെമ്പറേച്ചർ കുറയുമ്പോൾ വോള്യം കുറയാണ് സാധാരണ ചെയ്യാം. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഹയർ വാല്യൂവിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കുറയുമ്പോൾ വോള്യം കുറഞ്ഞു വരും. ഗ്രാഫിൽ നോക്കുക. 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ വോള്യം കുറഞ്ഞു വരും. 4 ഡിഗ്രിയിൽ വോള്യം മിനിമം ആയിരിക്കും. പിന്നെയും ടെമ്പറേച്ചർ കുറച്ചാൽ വെള്ളത്തിൻ്റെ വോള്യം കൂടുകയാണ് ചെയ്യുക. അതിനെയാണ് നമ്മൾ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയണത്. 4 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കുറച്ചാൽ കൃത്യമായി വെള്ളത്തിൻ്റെ വോള്യം കുറഞ്ഞു വരും. 4 ഡിഗ്രിക്ക് ശേഷം അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ടെമ്പറേച്ചറിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ വെള്ളത്തിൻ്റെ വോള്യം കൂടുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഒരു സിമ്പിൾ കേസ് നമുക്കറിയാം. ക്രിസ്റ്റൽ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഫുള്ളായിട്ട് നിറച്ചതിന് ശേഷം നമ്മൾ റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചാൽ ഐസ് ആവണ സമയത്ത് ആ ക്രിസ്റ്റൽ ബോട്ടിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. കാരണം നോർമൽ വാട്ടറിനേക്കാൾ കൂടുതൽ വോള്യം ഉണ്ടാവും ഐസായി മാറുമ്പോൾ. ഇതിൻ്റെ അപ്ലിക്കേഷൻ പറയാൻ എളുപ്പമാണ്. അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ ലേക്കുകളിലും അതേപോലെ തന്നെ കുളങ്ങളിലും അല്ലെങ്കിൽ സമുദ്രത്തിലൊക്കെയുള്ള വെള്ളം തണുത്ത് വരും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ടെമ്പറേച്ചർ കുറയുമ്പോൾ വോള്യം കുറയും, മീൻസ് ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടിയ വെള്ളം താഴേക്ക് പോവും, ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം മുകളിലേക്ക് വരും. ഈ സൈക്കിൾ ഓഫ് റൊട്ടേഷൻ അവസാനിക്കും 4 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ. 4 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവും. സോ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ വീണ്ടും കുറയുകയാണെങ്കിൽ അപ്പർ ലെയർ മാത്രം തണുത്ത് വരും, അല്ലെങ്കിൽ 4 ഡിഗ്രിനേക്കാൾ ചെറിയ ടെമ്പറേച്ചറിലേക്ക് വരും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ലെയർ താഴേക്ക് വരില്ല. കാരണം 4 ഡിഗ്രിനേക്കാൾ ചെറിയ ടെമ്പറേച്ചറിൽ വരുമ്പോൾ വോള്യം കൂടും, കറസ്പോണ്ടിങ് ആയി ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞ വെള്ളത്തിൻ്റെ ലെയർ മുകളിൽ നിൽക്കും, ഡെൻസിറ്റി കൂടിയ 4 ഡിഗ്രി സെൽഷ്യസിൻ്റെ വെള്ളം താഴെ നിൽക്കും. സോ ഏറ്റവും മുകളിലത്തെ ലെയർ മാത്രം ഐസായിട്ട് മാറും, താഴത്തെ ഭാഗത്ത് വെള്ളം 4 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നിലനിൽക്കും. ഇതുകൊണ്ടാണ് അക്വാട്ടിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നത്. സോ അനോമലസ് എക്സ്പാൻഷൻ്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അപ്ലിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ തെർമൽ എക്സ്പാൻഷൻ ഇൻ ഗ്യാസസ്. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT or P delta V = nR delta T. Delta V by V എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ നോക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഡെൽറ്റ V by V = ഡെൽറ്റ T by T. or delta V by V into 1 delta V by V into delta T equal to 1 by T. delta V by V delta V എന്ന് പറയുന്നത് ആൽഫ V ആണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. സോ ആൽഫ V is equal to 1 by T. Then specific heat capacity. ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം. ഒരു ഓബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ ആവശ്യമായ ഹീറ്റിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആവുമ്പോൾ 1 കിലോഗ്രാം മാസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് the temperature of 1 kilogram of the substance through 1 degree Celsius. അതിൻ്റെ സിമ്പിൾ ഇക്വേഷൻ നമുക്ക് പറയാം S = delta Q divided by M into delta T or delta Q by delta T into 1 by M.
അതിൽ നിന്ന് ഹീറ്റ് ഗെയിൻ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ കിട്ടും. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എം എസ് ഡെൽറ്റ ടി. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, മെൽറ്റിംഗ്, ഫ്യൂഷൻ. രണ്ട് കാര്യങ്ങൾ. മെൽറ്റിംഗ് നമുക്കറിയാം, the process of changing from solid to liquid. Fusion, the change from liquid to solid. Okay. Melting point, the temperature at which solid changes into liquid is called melting point. At this temperature, solid and liquid states of substance are in thermal equilibrium. Melting point എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉത്തരമുണ്ട്. Solid changes into liquid. Factors affecting melting point. It depends on the substance. It depends on pressure. ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, melting point of ice is 0 degrees Celsius or 273 Kelvin. Solids that contract on melting, example ice. Here the melting point decreases with increase in pressure. Solid that expands on melting, example wax. Here the melting point increases with increase in pressure. ഒരു ഓബ്ജക്റ്റിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മെൽറ്റിംഗ് കഴിയുമ്പോൾ വോള്യം കുറയുകയാണെങ്കിൽ the melting point decreases with increase in pressure. വോള്യം കൂടുകയാണെങ്കിൽ melting point increases with increase in pressure. Then regulation. സ്ക്രീനിൽ നോക്കുക. ഒരു ഐസ് ക്യൂബിൻ്റെ മുകളിലൂടെ ഒരു റോപ്പ് 2 മാസസ് കണക്ട് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഐസ് ബ്ലോക്ക് മെൽറ്റ് ചെയ്യാതെ തന്നെ ആ റോപ്പ് ഐസ് ബ്ലോക്കിനുള്ളിലൂടെ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. ആ സ്ട്രിങ് എവിടെയാണോ പ്രഷർ എക്സേർട്ട് ചെയ്യണത് അവിടുത്തെ മെൽറ്റിംഗ് പോയിന്റ് ലോവർ ദാൻ 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. അപ്പോൾ ആ ഭാഗത്ത് ഐസ് മെൽട്ടാവും, സ്ട്രിങ് താഴേക്ക് വരും. സ്ട്രിങ്ങിൻ്റെ പ്രഷർ ഇല്ലാതെ വരുമ്പോൾ മുകൾ ഭാഗത്ത് വീണ്ടും വെള്ളം ഐസായിട്ട് മാറും. ഇപ്പോൾ പ്രഷർ വരിക ഐസിൻ്റെ ഉള്ളിലുള്ള ഒരു റീജിയനിലാണ്. കാരണം അവിടെയാണ് ആ സ്ട്രിങ് പ്രഷർ അപ്ലൈ ചെയ്യുക. അവിടുത്തെ ഐസ് മെൽട്ടാവും, വീണ്ടും സ്ട്രിങ് താഴേക്ക് വരും. എവിടുന്നാണോ ആ സ്ട്രിങ് വന്നത് ആ ഭാഗം വീണ്ടും ഐസായിട്ട് മാറും. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നീങ്ങിയാൽ ആ സ്ട്രിങ് താഴേക്ക് വരും തോറും സ്ട്രിങ് മൂവ് ചെയ്യണ ഭാഗത്ത് വെള്ളം വീണ്ടും ഐസായിട്ട് മാറും. സോ വിത്തൗട്ട് ബ്രേക്കിംഗ് ദ ഐസ് ബ്ലോക്ക് ദ സ്ട്രിങ് ക്യാൻ മൂവ് ഡൗൺ. അടുത്ത ടോപ്പിക് വേപ്പറൈസേഷൻ. The change of state from liquid to gas is called vaporization. Condensation. The change of state from gas to liquid is called condensation. Then boiling point. നമുക്കറിയാം ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോണ ടെമ്പറേച്ചർ, അതിനെ നമ്മൾ വിളിക്കണ പേരാണ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. Boiling point of liquid increases with increase in pressure. പ്രഷർ കുക്കർ വർക്ക് ചെയ്യണത് ഈ പ്രിൻസിപ്പിളാണ്. At hills and higher altitudes, the atmospheric pressure is low, so boiling point of water decreases than 100 degrees Celsius. So vegetable and rice take a longer time to get cooked. പ്രഷർ കുക്കറിൽ പ്രഷർ കൂടുമ്പോൾ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടും 130 ഡിഗ്രി സെൽഷ്യസ് വരെ. സോ വളരെ ഈസി ആയിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ യൂസ് ചെയ്യാം. കാരണം 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യണ വെള്ളത്തിനേക്കാൾ ഒരുപാട് എനർജി കൂടും 100 ഡിഗ്രി സെൽഷ്യസിലെ സ്റ്റീമിന്. സ്വാഭാവികമായിട്ടും 130 ഡിഗ്രി സെൽഷ്യസിൽ ആണ് വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എങ്കിൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി കൂടുതലായിരിക്കും. വളരെ പെട്ടെന്ന്
ബോയിൽ ചെയ്യാൻ അല്ലെങ്കിൽ കുക്ക്ഡ് സ്റ്റേറ്റിലെത്തിക്കാൻ ആ ടെമ്പറേച്ചറിന് സാധിക്കും, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിലെ വെള്ളത്തിന് സാധിക്കും. ദെൻ നേരെ റിവേഴ്സാണ് പിന്നീട് പറഞ്ഞത്. ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ലെസ് ദാൻ 100 ഡിഗ്രി വരും. സ്വാഭാവികമായും ആ വെള്ളത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി കുറയും. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കുക്ക് ചെയ്യാൻ എടുക്കും. ദെൻ സബ്ലിമേഷൻ. സം സബ്സ്റ്റൻസ് ചേഞ്ച് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു വേപ്പർ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ കർപ്പൂരം എന്ന് പറയുന്ന മെറ്റീരിയൽ സബ്ലിമേഷൻ്റെ സിമ്പിൾ എക്സാമ്പിളാണ്. അതർ വൺ ഡ്രൈ ഐസ്. ദെൻ ലാറ്റന്റ് ഹീറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായ ടെമ്പറേച്ചർ മീൻസ് സോളിഡിൽ നിന്നും ലിക്വിഡായിട്ട് മാറാൻ ആവശ്യമായ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്നും വേപ്പറൈസേഷൻ നടക്കാൻ ആവശ്യമായ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് 1 kilogram ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ഇറ്റ്സ് സോളിഡ് സ്റ്റേറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതേപോലെ latent heat of vaporization. The amount of heat required to convert 1 kilogram of substance from its liquid state to vapor state at constant temperature. ഈ ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ മാറില്ല. ദെൻ ലാറ്റന്റ് ഹീറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ നോക്കൂ. ദെൻ ഗ്രാഫ് നോക്കുക. -°C ടെമ്പറേച്ചറിൽ വരുന്ന ഐസിനെ നമ്മൾ ഹീറ്റ് ചെയ്യാം. അതിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കൂടി വരും. 0°C എത്തുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ആ കംപ്ലീറ്റ് ഐസും ലിക്വിഡ് ആവണത് വരെ. കംപ്ലീറ്റ് ഐസും ലിക്വിഡായിട്ട് മാറിയാൽ വീണ്ടും ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. 100 ഡിഗ്രി എത്തുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. മുഴുവൻ ലിക്വിഡും വേപ്പർ സ്റ്റേറ്റിലെത്തുന്നത് വരെ. മുഴുവൻ ലിക്വിഡും വേപ്പർ സ്റ്റേറ്റിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. ഇത് കാണിക്കണ ഗ്രാഫാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ടോപ്പിക്കിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലുള്ള കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സ്ക്രീനിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ആണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. താങ്ക് യു.